ഇവിടുത്തെ കാക്കയ്ക്കും പാറ്റയ്ക്കും പല്ലിക്കും വരെ മുടിഞ്ഞ കേൾവി ശക്തിയാ. എന്തും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പാൽക്കാരി അംബികയെ ഒന്ന് വിളിച്ചു കളയാം. അവളാണല്ലോ എന്റെ മുതലാളി ഇപ്പം. കിളിപോയ കിളവിയ. ഇവരെ കൊണ്ടിപ്പോ ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അറ്റൻഡ് ചെയ്യാം. ഹലോ മുണ്ടക്കലമ്മേ. അംബികേ, ദേ ഞാൻ എപ്പ വിളിച്ചാലും അംബിക ഫോൺ എടുക്കണം. കാരണം ഞാൻ എപ്പ അംബികയെ വിളിച്ചാലും അതിൽ അംബികയ്ക്ക് സന്തോഷിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവും. അതെനിക്കറിയാം. ഞാൻ ഈ പാരവെപ്പ്, കുതികാലി വെട്ടല്, ഒടിവെപ്പ്, കൂട്ടിയടിപ്പിക്കല് ഇതെല്ലാം നിർത്തിയിട്ട് കുറച്ചു കാലമായി. ഇപ്പൊ ഞാൻ തങ്കപ്പെട്ട അമ്മിണിയായിട്ട് ജീവിച്ചു വരികയാ. ഞാന് അംബിക ഒരാളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് വീണ്ടും പഴയ വെമ്പാല കൊച്ചമ്മിണിയായി രംഗപ്രവേശം ചെയ്യുന്നത്. വെമ്പാല കൊച്ചമ്മിണിയോ? അങ്ങനെ ഒരു പേരുണ്ടോ? അത് പണ്ട് നാട്ടുകാരെനിക്ക് ഇട്ടു തന്ന ഒരു അവാർഡാ. പണ്ട് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് പുട്ടും കടലയും പട്ടും വളയും വാങ്ങിച്ച ഒരാളാണ് എന്റെ ഒരു വല്യമ്മാവൻ. ആ അമ്മാവന്റെ അനന്തരവളായ എനിക്കും വേണ്ടേ ഒരു അവാർഡ്? അങ്ങനെ കിട്ടിയതാണ് ഈ വെമ്പാല കൊച്ചമ്മിണി എന്ന അവാർഡ്. ഓ, അമ്മ എന്തായാലും ഇനി കാര്യത്തിലേക്ക് വാ. വരുവാ. ഇവിടെ 2 പ്രണയക്കുക്കിടങ്ങളുണ്ടല്ലോ, രാജുവും കൃതികയും. ആ പ്രണയം മുരിങ്ങക്കോലും വെണ്ടയ്ക്കയും ഇല്ലാത്ത സാമ്പാർ പോലെ കൊളകൊളാന്ന് കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. അതിന് ആ പ്രണയം എങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണമെന്ന രാജു കാമുകന്റെ പ്ലാൻ. മുഖത്ത് നോക്കി പറയാൻ നാണമായതുകൊണ്ട് രാജു കാമുകൻ അത് എഴുത്തായിട്ട് കൃതികയ്ക്ക് കൊടുക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു. എഴുത്തായിട്ടോ? അതെന്നെ, ഈ പ്രണയലേഖനം പോലെ. രാജു കാമുകന്റെ ആ പ്ലാൻ ഞാൻ ഇന്ന് പൊളിക്കും. അതെങ്ങനെ? ദേ, അപ്പോ ദോശയൊക്കെ ആവശ്യത്തിന് തിന്നോ, കുഴി എണ്ണാൻ നോക്കണ്ട. എങ്കിലും എന്റെ പാരകളുടെ ചില സാമ്പിൾ ഐറ്റംസ് ഞാൻ എന്റെ മൊബൈലിൽ കൂടെ അങ്ങോട്ട് ഇട്ട് തരാം. മാഡത്തോട് എന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ല. ഒരു ലെറ്റർ എഴുതി കൊടുക്കാം. ഇതേ മുറിയിൽ വെച്ച് ലെറ്റർ എഴുതി മാഡത്തിന് നൽകാം. ഒരു വിവരവും ഇല്ലാത്ത ഈ തള്ള ആള് കൊള്ളാലോ. തൽക്കാലം ഞാൻ നിർത്തുന്നു. കാമുകി കാമുകന്മാര് അടിവച്ച് പിരിയുന്നതോടെ എന്റെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ഇട്ടേക്കണം. അംബിക വർമ്മ വാക്ക് പറഞ്ഞ അത് വാക്കാ. ഓക്കെ. അകലേ നോവിനാലേ